യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരനും മലങ്കരയുടെ യാക്കോബ് ബുർദാനായും ഞങ്ങളുടെ ആത്മീയ പിതാവുമായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ബാവ തിരുമനസ്, അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനിമാരെ, കേന്ദ്രമന്ത്രി ശ്രീ കെ വി തോമസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിനത്തിൽ 103-ാം സങ്കീർത്തനം 1-ാം വാക്യം ഞാൻ ഓർത്തുപോകുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന വലിയ ഉപകാരം അഥവാ ദൈവികമായ ദാനം തീർച്ചയായും ഇന്ന് അത് പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ശ്രേഷ്ഠ ബാവ തിരുമനസിൻ്റെ ആഗ്രഹവും അതിലുപരിയായി ദൈവത്തിൻ്റെ ദിവ്യമായ നടത്തിപ്പും സുറിയാനി സഭയുടെ ശുശ്രൂഷകന്മാരായി ഞങ്ങളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ തലത്തൊട്ട് എന്നെ വളർത്തി 6 വയസ്സ് മുതൽ എന്നെ കൂടെ നിർത്തി, 6 വയസ്സ് ആയിരുന്നപ്പോൾ മുതൽ എന്നെ എൻ്റെ ഭവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നെ വളർത്തി ഇന്ന് ഞാൻ ആയിരിക്കുന്ന നിലയിലാക്കുകയും ഇനി ഞാൻ ഏതെങ്കിലും നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെല്ലാം കാരണക്കാരനായിരിക്കുന്ന അഭിമന്യനായ കാലം ചെയ്ത പുണ്യശ്ലോകനായ മോർ ഒസ്താത്തിയോസ് തിരുമനസിനെ, തോമസ് മോർ ഒസ്താത്തിയോസ് തിരുമനസിൻ്റെ ആ കബറിടം ചുംബിച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് പൂച്ചെണ്ടുകൾ സമർപ്പിക്കട്ടെ. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ വിനയത്തോടുകൂടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ശ്രേഷ്ഠ ബാബാ തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഞങ്ങളെ മക്കളെപ്പോലെ ഞങ്ങളെ കരുതുകയും ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു. ശ്രേഷ്ഠ പിതാവേ, തൃപ്പാദം ഞങ്ങൾ ചുംബിക്കുന്നു. ഞങ്ങളുടെ ഭയഭക്തി ബഹുമാനാദരവുകൾ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തുടർന്നുള്ള സഭാ ശുശ്രൂഷയിൽ ശ്രേഷ്ഠ പിതാവേ, അവിടുത്തെ നേതൃത്വവും അവിടുത്തെ തീർച്ചയായുമുള്ള എല്ലാ രീതിയിലുള്ളതായ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എല്ലാവരും വന്നു. പ്രത്യേകിച്ച് തിരുമേനി എന്നോട് അവസാനിപ്പിക്കാൻ പറയുന്നു. എനിക്ക് തിരുമേനിയെക്കുറിച്ച് പറയാതെ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ വളർച്ചയുടെ മറ്റൊരു മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്ന ആളാണ് അഭിമന്യ തിരുമേനി. തിരുമേനിക്ക് ഞാനൊരു മകനെ പോലെയാണ്. തിരുമേനി നൽകിയിരിക്കുന്ന വസ്ത്രമാണ് ഞാനിന്ന് ധരിച്ചിരിക്കുന്നത് തന്നെ. അത്രയും എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു. തിരുമേനിയുടെ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി വളരെ വിനയത്തോടെ അഭ്യുന്നനായ മോർ ഫീലക്സിനോസ് തിരുമേനിക്ക് വേണ്ടിയും ബലഹീനനായ എനിക്ക് വേണ്ടിയും ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് ബുർദാനയായി ആദരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ ബാവ തിരുമേനി, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൻ്റെ സെക്രട്ടറി അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വേദിയിലിരിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തമാരെ, ബഹുമാന്യരായ അതിഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വൈദികർ, കോർപ്പിസ്കോപ്പാച്ചന്മാർ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഒരിടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇന്ന് എവങ്കേലിയോൻ വായിച്ചു കേട്ടത് ആടുകളെക്കുറിച്ച് നന്നായി അറിയണമെന്ന്.
ആടുകൾക്ക് ഏറെ വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു വാക്കിൽ അവസാനിപ്പിക്കുക. ഈ ഇടയത്ത ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധ സഭ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും നോക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിളിച്ചടിപ്പിച്ചിരിക്കുന്നു. മഹാപൗരോഹിത്യം എന്ന് പറയുന്നത് ഇടയത്വവും അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രതിപുരുഷനും അതോടൊപ്പം ഭരണകർത്താവും കൂദാശകളുടെ കാര്യവിചാരിപ്പുകാരനുമൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓരോ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥനയാണ് മഹാപൗരോഹിത്യത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരും നിലവിളിയും കൊണ്ടാണ് മോശയ്ക്ക് ശക്തമായ ഒരു ദൈവവിളി ലഭിച്ചതെങ്കിൽ ഇടയത്വത്തിൻ്റെ ചൈതന്യം, ഇടയത്വത്തിൻ്റെ ദൈവിക വരം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ശക്തിപ്പെടുമ്പോഴാണ് എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ബലഹീന എനിക്ക് വേണ്ടി എന്നോടൊപ്പം ഈ സ്ഥാനത്തേക്ക് കടന്നു വന്ന അഭിവന്യ തിരുമനസിനോടും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന കാര്യം ഓർപ്പിക്കുന്നതോടൊപ്പം 3 ദിവസമായിട്ട് നിരന്തര പ്രാർത്ഥനയും നോമ്പും വഴി ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ശ്രേഷ്ഠഭാവ തിരുമേനി, അതോടൊപ്പം അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം ഏറ്റവും വാത്സല്യത്തോടെ എന്നെ സ്നേഹിക്കുന്ന തിരുമേനിയാണ്. അതോടൊപ്പം എല്ലാ തിരുമേനിമാരോടും ഉള്ള നന്ദിയും കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം ഇവിടെ കടന്നു വന്ന് ഇത്രയും നേരവും ഇരുന്ന് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കുക എല്ലാവരോടും നന്ദിയും അറിയിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കും.